നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ലിഗമെൻറ്റിന് ഇഞ്ചുറി പറ്റി, അതായത് ACL ഇഞ്ചുർഡായി, PCL ഇഞ്ചുർഡായി, അല്ലെങ്കിൽ എൻ്റെ കയ്യിലെ ലിഗമെൻറ്റ് വലിവ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ് ലിഗമെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു ബോണുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ ലിഗമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ലിഗമെൻറ്റ്സ് ആണ് നമ്മുടെ ബോൺസിന് അത്രയും സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ജോയിൻറ്റിനെ സ്ട്രോങ് ആക്കി അവിടെ പിടിച്ചു നിർത്തുന്നതിൽ മേജർ പങ്ക് വഹിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിഗമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ലിഗമെൻറ്റ് ഇത്രയും ശക്തിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂവും പോലെ തന്നെ ഒരു 60 to 70% ലിഗമെൻറ്റ്സിലും വാട്ടർ കണ്ടൻ്റാണ് അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഡ്രൈ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കൊളാജൻ ഫൈബേഴ്സ് ആണ്. ഈ കൊളാജൻ ഫൈബേഴ്സ് പാരലലി നല്ല തിക്കായിട്ട് ഡെൻസായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മുടെ ലിഗമെൻറ്റ്സ് ഇത്രയും സ്ട്രെങ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു ജോയിൻറ്റ്സ് മൂവ് ചെയ്യുന്നു, അപ്പം അവിടെ മൂവ്മെൻറ്റും നൽകേണ്ട ആവശ്യം ഈ ലിഗമെൻറ്റ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവ് ചെയ്യുന്നതിന് ഉള്ള ഒരു ശക്തി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന ഫൈബേഴ്സ് കൂടി അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 70 to 80% കൊളാജൻ ഫൈബേഴ്സും ഒരു 20 to 10% ഓഫ് ഇലാസ്റ്റിൻ ഫൈബേഴ്സുമാണ് നമ്മുടെ ലിഗമെൻറ്റ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ കൊണ്ടാണ് നമ്മുടെ ജോയിൻസിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എലാസ്റ്റികത അവിടെ നഷ്ടപ്പെടാതെ മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ലിഗമെൻറ്റ്സ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ലിഗമെൻറ്റ്സ് എന്തുകൊണ്ടാണ് ഇഞ്ചുർഡ് ആവുന്നത്. നമുക്ക് ഈ ഒരു ലിഗമെൻറ്റ്സിന് താങ്ങാവുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിൽ കൂടുതലായിട്ട് പെട്ടെന്ന് ഈ ലിഗമെൻറ്റ്സിൽ ഒരു പുഷോ വരുന്ന സമയത്ത് ഈ കൊളാജൻ ഫൈബേഴ്സ്, ഞാനിപ്പോൾ പറഞ്ഞു ഡെൻസ്ലി പാക്ക്ഡ് ആയിട്ടാണ് ഈ കൊളാജൻ ഫൈബേഴ്സ് ഉണ്ട്, അതായത് പാരലലി അറേഞ്ച് ചെയ്ത രീതിയിലാണ് ഈ കൊളാജൻ ഫൈബേഴ്സ് കാണപ്പെടുന്നത്. പെട്ടെന്ന് ഒരു വലിവ് സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈ കൊളാജൻ ഫൈബേഴ്സിന് ഏതെങ്കിലും ഒരു രീതിയിൽ എന്ത് സംഭവിക്കുന്നു, പെട്ടെന്നൊരു വലിവ് സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ലിഗമെൻറ്റ്സ് ബ്രേക്ക് ആവുന്നു. ഈ ലിഗമെൻറ്റ്സിൻ്റെ ഫൈബേഴ്സ് ബ്രേക്ക് ആവുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ലിഗമെൻറ്റ് ഇഞ്ചുർഡായി എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് നമ്മൾ പല രീതിയിൽ ക്ലാസിഫിക്കേഷനും ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നീ രീതിയിൽ. ഇപ്പോൾ ബേസിക്കായിട്ട് എന്താണ് ലിഗമെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ലിഗമെൻറ്റ് ഇഞ്ചുറി എന്നതിനെ പറ്റിയിട്ട് ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഐ വിൽ ഡു മോർ വീഡിയോസ്.